ഹായ്, ഐ എം ഷിവാനി. ഈ ഒരു സ്റ്റോറേജ് ട്രോളി ഞാൻ അത്യാവശ്യം 4 പ്രാവശ്യം ഓർഡർ ചെയ്തിട്ടാണ് എനിക്കിപ്പോൾ വാങ്ങാൻ പറ്റിയത്. ഓർഡർ ചെയ്ത് കഴിഞ്ഞ് ഡെലിവറി ടൈം ആകുമ്പോഴത്തേക്കും ഓരോ ഇഷ്യൂസ് പറഞ്ഞിട്ട് ഇത് ക്യാൻസൽ ആയി പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ വലിയ റാക്ക് ഞാൻ അയച്ചു വെച്ചിട്ടുണ്ട്. സോ ചെറുതൊന്നും എനിക്ക് വേണമെന്ന്. അപ്പോൾ ഇത് ആദ്യം ഒന്ന് അൺബോക്സ് ചെയ്യാം. വൈറ്റല്ല ഗൈസ്, ചാമ്പി. എന്തായാലും ഇനിയും റിട്ടേൺ അടിച്ചു കഴിഞ്ഞാൽ ഇത് തിരിച്ച് വരലും ഉണ്ടാവില്ല, ഇനിയും ഓർഡർ ചെയ്യേണ്ടി വരും. ഇനിയിപ്പോൾ അതിൽ ഡിലേ ആവും, പിന്നെ ചിലപ്പോൾ ഇഷ്യൂസ് കാരണം ക്യാൻസൽ ആവും. കളറിൽ ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല, പക്ഷേ ഓക്കെ. എന്തായാലും ഈ ഒരു ട്രോളി അത്യാവശ്യം വലിയ റാക്കിലുള്ള മൊത്തം സാധനങ്ങളും പുറത്തൊരു ടേബിൾ മേലാണ് വെച്ചത്. അപ്പം ഇനി എന്തായാലും ഇതിൻ്റെ അകത്തേക്ക് എടുത്ത് മാറ്റണം. ജാനുവരി 2 ആകുമ്പോഴത്തേക്ക് റാപ്പപ്പ് ഇടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഈ 2ഉം 3ഉം എനിക്ക് എക്സാം ആണ്. അപ്പോൾ ഞാനിപ്പോൾ എക്സാം ഒക്കെ കഴിഞ്ഞ് വന്നിരുന്നിട്ടാണ് ഇതിന് വോയിസ് ഓവർ കൊടുക്കുന്നത്. എഡിറ്റിംഗ് ഒക്കെ അത്യാവശ്യം ഞാൻ തന്നെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ വ്ളോഗിന്റെ അകത്ത് റാപ്പപ്പ് എന്ന് പറഞ്ഞിട്ട് ഇനി ഇടുന്നില്ല, കാരണം ന്യൂ ഇയർ കഴിഞ്ഞ് അത്യാവശ്യം 3 ദിവസമായി. അപ്പോൾ ഞാൻ വിചാരിച്ച് ഇത് 3ഉം കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു വ്ളോഗ് ആക്കാന്ന്. ലൈക്ക് ഈ വ്ളോഗിന്റെ അകത്ത് 2025 ജേർണൽ കംപ്ലീറ്റ് ഉണ്ട്, മീൻസ് കംപ്ലീറ്റ് ചെയ്യുന്ന കുറച്ച് പോർഷൻസ് ഉണ്ട്. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പേജസ് ഒക്കെ പക്ക ആണെന്ന്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഡിസംബർ ജേർണലിന്റെ അകത്തേക്ക് കുറച്ചും കൂടെ പേജസ് വേണം. ഇതിൽ എനിക്ക് തേനിക്കില്ല, കുറച്ചും കൂടെ ഫോട്ടോസ് എടുക്കാനുണ്ട്. പിന്നെ ഈ ഒരു വീഡിയോന്റെ അകത്ത് ഞാൻ ജേർണലിന്റെ അകത്തേക്ക് എഴുതുന്ന ഒരു കാര്യം കാട്ടുന്നില്ല, ബിക്കോസ് ചില കാര്യങ്ങൾ പ്രൈവറ്റ് ആയിട്ടുള്ളതുണ്ട്. പിന്നെന്ന് പറഞ്ഞാൽ എഴുതിയൊക്കെ ടൈം പോക്കുമ്പോഴത്തേക്ക് അത്യാവശ്യം ദിവസം കൊണ്ട് എന്തായാലും ഇതൊന്നും തീർക്കാൻ പറ്റൂല. എഡിറ്റ് ചെയ്യുന്ന സമയത്താണെങ്കിൽ അത്യാവശ്യം ലാഗ് ആവും. രണ്ടാമത് ഈ വ്ളോഗിന്റെ അകത്തുള്ളത് ന്യൂ ഇയറിന്റെ അന്ന് രാത്രിത്തെ കാര്യങ്ങളാണ്. പിന്നെ വ്ളോഗിന്റെ ലാസ്റ്റിലേക്ക് ന്യൂ ഇയറിന്റെ പ്രിപ്പറേഷൻ ടൈപ്പ്. ലൈക്ക് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ സ്റ്റാർട്ട് ചെയ്തത് തന്നെ ജേർണൽ പ്രിപ്പറേഷൻ വ്ളോഗിലാണ്. എന്തായാലും എന്റെ ചാനൽ തുടങ്ങിയിട്ട് 1 ഇയർ ആയി. അപ്പം ഈ പ്രാവശ്യം അതിനൊന്നുള്ള ടൈമും ഇല്ല. അതേപോലെ എന്തൊക്കെയോ പ്രാവശ്യം ജേർണൽ ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എത്തിയത് കുറച്ച് ലേറ്റ് ആയിട്ടാണ്. പിന്നെയാണെങ്കിലും മടിച്ചിരുന്നിട്ട് ജേർണൽ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും അത്യാവശ്യം ടൈം എടുത്തിട്ടുണ്ട് 2025 ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഇനിയിപ്പം ഇതിനകത്ത് എഴുതാനുള്ള കാര്യങ്ങളുണ്ട്. അത് ഞാൻ കഴിഞ്ഞ ഫ്ലിപ്പ് ത്രൂ വീഡിയോ മീൻസ് 2024 ഇടുന്ന സമയത്ത് ഞാൻ ഇതേമായി തന്നെയാണ് ചെയ്തത്. എന്തായാലും ഒരു ജേർണൽ കംപ്ലീറ്റ് ആക്കണം എന്നുണ്ടായിരുന്നു. അത് ഇപ്രാവശ്യം സക്സസ് ആണ്. ഇതിലേക്ക് ഇനിയിപ്പോൾ ഞാൻ എക്സ്ട്രാ പേജസ് വെക്കണം, അല്ലാണ്ട് ഇതിൽ പേജ് ഇല്ല. ജേർണലല്ല, 2 ജേർണൽ ഇപ്പൊ കംപ്ലീറ്റ് ആയി. 160+160 പേജസ് ഉണ്ട്. കുറെ കാര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ജേർണൽ ചെയ്യുന്ന സ്റ്റൈലാണെങ്കിലും മിക്ക കാര്യങ്ങളും ചേഞ്ച് ആയി. പിന്നെന്ന് പറഞ്ഞാൽ ഇതിലൊന്നും കൺസിസ്റ്റന്റ് ആവണമെന്നുണ്ട്, ബട്ട് അത് എപ്പോഴും നടന്നോളണമെന്നില്ല. എനിക്ക് എന്നെ സംബന്ധിച്ച് ഇതൊക്കെ മെമ്മറീസ് ആണ്. ജേർണൽ സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര മെമ്മറീസ് ഉള്ള ഒരു ജേർണലാണ്. എന്റെ എല്ലാ കാര്യങ്ങളും ഡേ ടു ഡേ ലൈഫ് ആണെങ്കിലും മന്ത്ലി ആണെങ്കിലും ഇയർലി ആണെങ്കിലും നടക്കുന്നതുണ്ടാവും. ഈവൻ ഓരോരുത്തരെ പറ്റിയിട്ടും ഉണ്ട്. അതുകൊണ്ട് തന്നെ നാളെ ഇവരൊക്കെ എന്റെ ലൈഫിൽ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ കുറെ ക്യാരക്ടേഴ്സ് ഉണ്ടായിരുന്നു എന്ന്. ചിലപ്പോൾ ഒരു മോശം ചെയ്തോട്ടെ, നല്ലത് ചെയ്തോട്ടെ, എന്തായാലും ഒരിന്റെ ലൈഫിലൊരു പാർട്ടാണ്. ചിലവരെ കണ്ടുമുട്ടുന്ന സമയത്ത് കുറെ പുതിയ കാര്യങ്ങൾ കിട്ടും. ചിലവരെ കണ്ടുമുട്ടിയപ്പോൾ പ്രത്യേകിച്ച് റിയാക്ഷനോ ഒരു ലെസണോ ഒന്നും കിട്ടാണ്ട് പോയവരുണ്ട്. ചിലവര് ഒരു ടൈമിൽ വന്ന് പിന്നെ അങ്ങോട്ട് മിസ്സായി പോയവരുണ്ട്. കൂടെ നിന്ന് ചതിച്ചോരും ചിരിച്ചോരും കരഞ്ഞോരും ഒക്കെ ഉണ്ട്. ആൻഡ് ദ മോസ്റ്റ് ഇന്ന മാതിരി തന്നെ ഉള്ള ഒരാളെ ഇന്ന ഡിഫറെന്റ് ജെൻഡറിൽ ഞാൻ കണ്ടുമുട്ടി. സോ ഹാപ്പി ഫോർ ദാറ്റ്. ഈ ഒരു ജേർണൽ കംപ്ലീറ്റ് ചെയ്തപ്പോഴത്തേക്കും അത്യാവശ്യം 12 മണി ആവാനായിട്ടുണ്ട്. സത്യം പറയാലോ, ഈ ന്യൂ ഇയർ ഭയങ്കര ബോറായിക്കൊന്നും ഒരു പരിപാടി ഇല്ലാന്നും ഒക്കെ വിചാരിച്ചിട്ടുണ്ടേനു. പ്രാവശ്യത്തെ ഒരു ന്യൂ ഇയർ എനിക്ക് നല്ലോണം ന്യൂ ഇയർ ആയിട്ട് തന്നെ തോന്നിയിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം വ്ളോഗ്സ് എടുക്കാനും കുറച്ചൊരു ഇൻട്രസ്റ്റിംഗും മാത്രമേ ഇല്ലായിരുന്നു. പക്ഷേ ഈ പ്രാവശ്യം ഫുള്ളി അൺഎക്സ്പെക്റ്റഡ് ആണ്. പോയിട്ട് ഒരു തേങ്ങയില്ലാന്ന് വിചാരിച്ചിരുന്ന എനിക്ക് 2 കേക്ക് കിട്ടി ഈ പ്രാവശ്യം. അമ്മേന്റെ കൂടെ അത് ഒറ്റയ്ക്ക് ഫസ്റ്റ് ആയിട്ടുള്ള ഒരു ന്യൂ ഇയർ ആണിത്. കഴിഞ്ഞ ന്യൂ ഇയർ വരെ ഞാൻ ഫ്രണ്ട്സിന്റെ കൂടെ ഒക്കെ സെലിബ്രേറ്റ് ചെയ്തൊരു ന്യൂ ഇയർ ഈ പ്രാവശ്യം അമ്മേന്റെ കൂടെ ചെയ്തപ്പോ ഐ വാസ് ലൈക്ക് എന്തോ ഇമോഷണലി ഭയങ്കര ഒരു ഇതുമാതിരി തോന്നി. ഞങ്ങളെ വീട്ടിന്റെ പുറത്ത് ഫുള്ള് ഒച്ചയും വിളിയുമാണ്. ഹാപ്പി ന്യൂ ഇയർ. പുറത്ത് ഇവിടെ പരിപാടി നടക്കുന്നതുകൊണ്ട് അങ്ങനെ ഒച്ച കേൾക്കുന്നില്ല. എന്തായാലും ഹാപ്പി ന്യൂ ഇയർ. അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്ത് അതൊക്കെ എടുത്ത് വെച്ച് ഇങ്ങനെ ആ റൂമിലേക്ക് വന്നപ്പോൾ എനിക്ക് ജേർണൽ ചെയ്യാനായിട്ട് ഒരു എന്തോ പോലെ ഉണ്ടായിരുന്നു. പോരാത്തതിന് എനിക്കാണെങ്കിൽ ഒട്ടും
ഒട്ടും ഉറക്കം വരുന്നില്ല. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ആ ന്യൂ ഇയറിന്റെ ഫീൽ അത്യാവശ്യം നല്ലോണം ഉണ്ടായിരുന്നു. ഒരു നല്ല ന്യൂ ഇയർ ആണ്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ചുകൊണ്ട് തന്നെ കുറച്ചും കൂടെ ഹാപ്പിയാണ്. ആദ്യം ഞാൻ ഫസ്റ്റ് ജേർണലിന്റെ അകത്തുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് എന്തൊക്കെയാണ് ഈ പുതിയ ജേർണലിലേക്ക് ചെയ്യാനുള്ളത് നോക്കാണ്. 2026 കുറച്ച് സെറ്റപ്സ്, ബക്കറ്റ് ലിസ്റ്റ്, പിന്നെ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ എഴുതിയിട്ട് ജാനുവരി എന്ന് പറഞ്ഞിട്ട് തുടങ്ങാന്ന് വിചാരിച്ചു. അങ്ങനെ സ്റ്റാർട്ടിംഗ് പേജ് ഞാൻ ഇങ്ങനെയാണ് സെറ്റ് ചെയ്തത്. ഞാൻ ആദ്യം വിചാരിച്ചത് കവർ പേജും കൂടെ സെറ്റ് ആക്കിയിട്ട് കിടക്കാന്നാണ്. പിന്നെ എന്തായാലും വർക്ക് ചെയ്യാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ബാക്കി കാര്യം കൂടെ സെറ്റ് ആക്കാന്ന് വിചാരിച്ച് 2026 ഞാൻ പറിച്ചാഞ്ഞിട്ടുണ്ട്. 2026ന്റെ ജേർണൽ വാങ്ങി ആ പേജ് സെറ്റ് ആക്കിയതിലേക്ക് ഞാനിത് പറിച്ചൊട്ടിച്ചിട്ടുണ്ട്. പിന്നെ അന്ന് ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കിടന്ന് അത്യാവശ്യം നല്ല ലേറ്റ് ആയിട്ടാണ് കിടന്നതുകൊണ്ട് തന്നെ കുറച്ച് ലേറ്റ് ആയിട്ടൊക്കെയാണ് എണീറ്റത്. നിങ്ങൾക്ക് സത്യം പറഞ്ഞാൽ 1-ാം തീയതിയുള്ള എക്സാം 2ലേക്ക് മാറ്റിയതാണ്. അപ്പൊ 1-ന് ലീവ് കഴിഞ്ഞു. അങ്ങനെ പിന്നെ ഞാൻ ലെറ്റർ ടു മൈ ഫ്യൂച്ചർ സെൽഫ് ഒക്കെ ലൈക്ക് എൻവലപ്പ് ഒക്കെ ഉണ്ടാക്കിയിട്ട് അതിലേക്ക് ലെറ്റർ വെക്കല്ല ചെയ്യുന്നത്. ഒന്നിൽ തന്നെ വെച്ചാൽ ലെറ്ററിന്റെ പുറമെ കണ്ടു കഴിഞ്ഞാൽ ഒരു എൻവലപ്പ് പോലെയും, പക്ഷെ ഉള്ളിങ്ങനെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ കാര്യങ്ങൾ എഴുതിയിട്ടും ഉണ്ടാവും. പിന്നെ ഞാൻ ആ ലെറ്ററിൻ്റെ അകത്ത് കാര്യങ്ങളൊക്കെ എഴുതി. എല്ലാ പ്രാവശ്യവും ഞാൻ എഴുതുന്നതിന് മുന്നേ ഒരു റെഫർ നോക്കും. പിന്നെ ഒന്ന് ChatGPT ഒക്കെ ആയിട്ടൊന്ന് നോക്കിയിട്ടൊക്കെ എഴുതുള്ളായിരുന്നു. പക്ഷെ ഇപ്രാവശ്യം ഞാൻ എനിക്ക് എന്താണ് തോന്നിയത് അതാണ് എഴുതിയത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഒരു കാലണ്ടർ സെറ്റ് ചെയ്യാനുണ്ട്. ഡേറ്റ്സും പിന്നെ ഇവന്റ്സും കാര്യങ്ങളൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട്. ഇതിനുള്ളിലത്തെ ഒന്നും ഞാനിപ്പോൾ എഴുതുന്നില്ല. എനിക്ക് അതിനൊന്നുള്ള ടൈം ഇല്ലായിരുന്നു. വീഡിയോ എടുക്കുന്നതിന്റെ പിറ്റേ ദിവസം മുതൽ എനിക്ക് എക്സാം ആണ്. സോ എനിക്ക് ഇത്രയൊക്കെ എടുക്കാൻ പറ്റിയിട്ടുള്ളായിരുന്നു. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.